ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ ചിക്കൻ പൊരിച്ചതാണ്. അതായത് ഒരു ലെമൺ ചിക്കൻ എന്നൊക്കെ പറയാം. നല്ലൊരു ടേസ്റ്റാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. നിങ്ങൾ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അതിനുവേണ്ടി 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെസ്റ്റ് പീസ് ചെറിയ പീസാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്കൊരു മസാലക്കൂട്ട് തയ്യാറാക്കാനായിട്ട് 1/2 സ്പൂണ് അരിപ്പൊടിയും 1/2 സ്പൂണ് കോൺഫ്ലവറും 3/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മീറ്റ് മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് ചതച്ച് തന്നെ ചേർക്കാം. പിന്നെ 1.5 ടീസ്പൂണ് തൈര് അതുകൂടി ചേർത്ത് നമ്മളിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിതിലിപ്പോൾ ഗരം മസാല ചേർത്തിട്ടില്ല, കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. അതൊക്കെ നമ്മൾ പിന്നീട് ചേർക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടാണ്. അപ്പോൾ ഈ ഒരു മസാലയിൽ നമ്മൾ ഈ ചിക്കൻ പീസ് ഇട്ട് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യുക. അപ്പോൾ ആ മസാലക്കൂട്ടിൻ്റെ ഉപ്പൊക്കെ നോക്കി കറക്റ്റാണ്. ഇപ്പോൾ ചിക്കൻ പീസ് കഴുകി വെച്ച് ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം, അപ്പോൾ നല്ലതുപോലെ തന്നെ അത് മിക്സ് ചെയ്തതിൽ ഉപ്പും മുളകൊക്കെ ഒന്ന് ശരിക്കും പിടിക്കട്ടെ. 1 മണിക്കൂറെങ്കിലും നമ്മളതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമ്മൾക്ക് വേണ്ടത് അതിലേക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാം. വേറൊരു മസാല, അതായത് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് 1 സ്പൂൺ മല്ലിയും, ഒരു 5 കാശ്മീരി മുളകും, ഒരു 1/4 സ്പൂൺ പെരിഞ്ജീരകം, 2 പട്ട, 2 ഗ്രാമ്പു ചെറിയ പീസ്. എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് ചൂടാക്കി എടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കരിയാതെ ചൂടാക്കി എടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-20 കുരുമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഈ ഒരു പരുവാകുമ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. ഇനി ഇത് നമുക്കിതൊന്ന് തരിതരിയായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ട് തരിതരിയായിട്ട് ഈ ഒരു കണ്ടീഷനിലാണ് ഇത് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ ചിക്കൻ പൊരിച്ചു തുടങ്ങാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതേപോലെ ഓരോരോ പീസാക്കിയിട്ട് നമ്മൾ പൊരിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ പീസ് ഒരുപാട് വലിപ്പം വേണ്ട. ഇതേപോലെ ആകുന്ന സമയത്ത് കുട്ടികൾക്കെല്ലാം കഴിക്കാൻ നല്ല രുചി ഉണ്ടാകും. എന്നും നമ്മൾ ചിക്കൻ പൊരിക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ പൊരിക്കാത്തവരൊന്നും ആരും ഉണ്ടാവില്ല. അപ്പോൾ ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും. അടിവശം ഒന്ന് മൊരിഞ്ഞതിന് ശേഷം ചിക്കൻ പീസ് ഞാൻ ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ പോലെ നമ്മളിതാ ചിക്കൻ പീസൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മളത് കോരിമാറ്റാം. അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ളത് ആ ചിക്കൻ പീസ് ഇവിടെ കോരി മാറ്റി എല്ലാം വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ചിക്കനും അതേപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. എന്തായാലും നിങ്ങൾ ഇനി ചിക്കൻ വാങ്ങുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഇത് ഇഷ്ടപ്പെടും. വെറൈറ്റി ചിക്കൻ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ചിക്കൻ പീസ് മുഴുവനായിട്ട് പൊരിച്ചെടുത്തത് മാറ്റി വെച്ചു. ഇനി നമ്മൾക്ക് വേണ്ടത് അതിലേക്ക് ഒരു ബൗളിലേക്ക് ചെറുനാരങ്ങ നീര് ഞാൻ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മെയിനായിട്ട് പറയുക ചെറുനാരങ്ങ നീരാണ്. 3 പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1.5 മുറി വലിയ ചെറുനാരങ്ങയാണെങ്കിൽ 1 മതിയാവും. ഇപ്പോൾ അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞപ്പോൾ ഒരു 1.5 സ്പൂണ് നീര് കിട്ടിയിട്ടുണ്ട്. ഇത്രയും നീരാണ് ഈ ക്വാണ്ടിറ്റിക്ക് പാകം. ഇനി വേറൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് തീ ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് നമ്മൾ നേരത്തെ പൊരിച്ച എണ്ണ തന്നെ ഒരു 1.5 സ്പൂണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാകുന്ന സമയത്ത് 2-3 വറ്റൽമുളകും ഒരു 2 തണ്ട് കറിവേപ്പിലയും ചേർത്തു. എന്നതിന് ശേഷം ആ നാരങ്ങ നീര് അതിലേക്ക് ഒഴിച്ചിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ മസാലക്കൂട്ടും കൂടി അങ്ങോട്ട് ചേർത്ത് ആ മസാലക്കൂട്ടിന് ആവശ്യത്തിന് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഈ സമയത്ത് ആ ചിക്കൻ കൂടി അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് പുരട്ടിയെടുക്കുക. അപ്പോൾ ആ മസാലക്കൂട്ടൊക്കെ അതിലേക്ക് ചേർന്ന് പിടിച്ചോളും. ആ എണ്ണയിൽ നല്ലൊരു രുചിയാണ്. ആ ലെമണിൻ്റെ ഫ്ലേവർ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഞാനത് ഉടനെ തന്നെ വേറെ സെർവിങ് പാത്രത്തിലേക്ക് പകർത്തുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി ചിക്കൻ വാങ്ങുമ്പോൾ ഇതേപോലെ ഒന്ന് പൊരിച്ച് നോക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്